ഇന്നലത്തെ ലൈവ് രണ്ട് പേരുടെ നാടകം കളി കൊണ്ട് കുളമായി പോയ കാര്യം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റാരുടെയും അല്ല, ജാസ്മിൻ്റെയും അതേപോലെ ഗബ്രിയുടെയും. എന്തോ ബിഗ് ബോസ് അത് എപ്പിസോഡിൽ ഫുൾ ടൈം കാണിക്കാതിരുന്നത് എന്താണോ, കാരണം പ്രേക്ഷകരെ ടി വി എറിഞ്ഞ് പൊട്ടിക്കും എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇവർ രണ്ടുപേരും കൂടെ കുളമാക്കി എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിനുശേഷം പുറത്ത് വന്നതിന് ശേഷം നമ്മുടെ റസ്മിൻ ജിൻഡോയുടെ അടുത്തൊരു പോയി പറയുന്നുണ്ട്, അവൾ ആകെ തകർന്നിരിക്കുക, അതായത് ജാസ്മിൻ ആകെ തകർന്നിരിക്കുകയാണ്, 2 ദിവസത്തേക്ക് ജാസ്മിനെതിരെ ഒന്നും പറയരുത് എന്നുള്ളത്. അപ്പോൾ ജിൻഡോ തിരിച്ചൊരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾ മിണ്ടാതിരിക്കാം, പക്ഷേ ഇങ്ങോട്ട് കയറി ചൊറിയാൻ വരരുത് എന്നുള്ളത് ജാസ്മിനോട് പറഞ്ഞേക്കണം എന്നുള്ളത് റസ്മിനോട് പ്രത്യേകം ജിൻഡോ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നത് വെച്ചാൽ ബിഗ് ബോസുമായി സംസാരിച്ച് പുറത്തെത്തിയ ജാസ്മിൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങി ജിൻഡോയ്ക്കെതിരെ സംസാരിക്കാനായിട്ട്, ജിൻഡോയെ ചൊറിയാനായിട്ട് ചെറുതായിട്ട് തുടങ്ങി. അപ്പോൾ ജിൻഡോ തിരിച്ച് റസ്മിനെ വിളിച്ച് പറയാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ തിരിച്ച് ചൊറിഞ്ഞു തുടങ്ങും, കാരണം നീ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പുറത്താണ് ഞങ്ങൾ ജാസ്മിനെ കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറയാത്തത്. പക്ഷേ ഇപ്പം ഞങ്ങളെ ചൊറിയാൻ വരുന്നുണ്ട്, തിരിച്ച് ഞങ്ങൾ കയറി മാന്തും, അത് ഒന്ന് നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ റസ്മിനോട് അവതരിപ്പിക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജിൻഡോയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കപ്പെട്ടില്ല. അപ്പോൾ തിരിച്ചും ജിൻഡോ കയറി മാന്താനും ചൊറിയാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം.